ഒരാഴ്ചയായി 2 കുടുംബങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കട്ടപ്പന കടമാക്കുഴി 12 ഏക്കർ കടൂപ്പറമ്പിൽ സുനിലിന്റെ വീട്ടുവളപ്പിലായിരുന്നു 5.5 അടിയോളം നീളമുള്ള മൂർഖൻ താവളമടിച്ചിരുന്നത്. കട്ടപ്പനയിൽ നിന്നും പാമ്പുപിടുത്ത വിദഗ്ധൻ ഷുക്കൂർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ സമീപത്ത് ഒരാഴ്ചയായി പാമ്പിനെ കാണുന്നുണ്ടായിരുന്നു. ഇതോടെ സംഭവം കട്ടപ്പന സ്വദേശിയായ പാമ്പുപിടുത്ത വിദഗ്ധനെ അറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയതെന്ന് സ്ഥല ഉടമ പറഞ്ഞു. ഈ പാമ്പിനെ ഒരാഴ്ച മുമ്പാണ് ഇതിനെ കണ്ടത്. ഇവിടെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം ശുക്രേരനെ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലായിരുന്നു. വിളിച്ചപ്പോൾ വന്നു. ഇന്നാ പിടിക്കാൻ പറ്റിയത്. ഇപ്പോഴും നടക്കുന്ന വഴിയായിരുന്നു. നമ്മളൊരു ഭീഷണിയായിരുന്നു അത്. എന്തായാലും പിടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായി. പാമ്പ് പുറത്തിറങ്ങി വീടിനുള്ളിൽ കയറുമോ എന്ന ഭീതിയിലായിരുന്നു വീട്ടുകാർ. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് കൈമാറുമെന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ ഷുക്കൂർ പറഞ്ഞു. ഇതിന് ഏകദേശം ഒരു 5.5 അടിയോളം നീളമുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ഒരു മുഴുത്ത മൂർഖനാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ കൊഴുപ്പേറി നിൽക്കുന്നൊരു ഇണ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇണ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരെണ്ണമായിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയില്ല. കുറച്ചുകൂടെ ഇവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിലുള്ള പാസേജൊക്കെ ഒന്ന് മാറ്റിയിടുക. രാത്രി കാലങ്ങളിൽ ഗംബൂട്ടിട്ട് ധരിക്കുക. പാമ്പിനെ കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഗംബൂട്ട് ധരിക്കുക. പിന്നെ പാമ്പ് വരാതിരിക്കാനുള്ള ധാരാളം റിപ്പല്ലൻറ്റുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കഴിയുന്നത് ഉപയോഗിക്കുക. റിപ്പല്ലൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പാമ്പിനെ കൊല്ലുകയല്ല ചെയ്യുന്നത്, പാമ്പ് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. പിന്നെ മാസത്തിലൊരിക്കലെങ്കിലും വീടിന് ചുറ്റും ഒന്ന് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക. ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ വലിയൊരു ആക്രമണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ വർഷം വേനൽ ആരംഭിച്ചതിനു ശേഷം 100ഓളം പാമ്പുകളെ ഷുക്കൂർ പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്.